മീഡിയ നെറ്റിലെ എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഇന്ന് അത്യുത്തര കേരളത്തിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ നിന്നും ശ്രീനിവാസൻ മാസ്റ്റർ എത്തിയിരിക്കുന്നു. അദ്ദേഹവുമായിട്ട് വടക്കൻ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, ഒപ്പം തന്നെ രാഷ്ട്രീയ ഭൂപടം, എങ്ങനെയായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീനിവാസൻ മാസ്റ്ററാണ്. അദ്ദേഹം ശ്രീനിവാസൻ തൃക്കരിപ്പൂർ എന്ന പേരിൽ അറിയപ്പെടുകയും ആധ്യാത്മിക സാംസ്കാരിക രംഗത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന പ്രഭാഷകനാണ്, അധ്യാപകനാണ്, കലാസാംസ്കാരിക പ്രവർത്തകനാണ്. ഒപ്പം തന്നെ അധ്യാപക സംഘടനയുടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആൾ കൂടിയാണ്. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ അത്യുത്തര കേരളത്തിൻ്റെ ഒരു ഭാഗമാണ്, കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗം കൂടിയാണ്. കണ്ണൂരിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തോട് തീർച്ചയായിട്ടും കണ്ണൂരിലെ ചില രാഷ്ട്രീയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. സ്വാഗതം സാർ. നമസ്കാരം. സാറിന് അറിയാവുന്നതുപോലെ ഒരു വടക്കൻ കേരളത്തിൽ താമസിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ ഇടുക്കിയെ സംബന്ധിച്ച് പ്രാദേശികമായും സാംസ്കാരികമായും ഒക്കെ ചിന്തിക്കുമ്പോൾ ഒട്ടേറെ വ്യതിരിക്തമാർന്ന ഒരു ഭൂപ്രദേശമാണ്. നമ്മൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന മേഖലയിൽ എന്ന രീതിയിൽ വേർതിരിക്കപ്പെട്ട് ജീവിച്ച ഒരു ജനസമൂഹമാണ് ആദ്യകാലത്ത്. പിന്നീട് കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ ഭാഗമായി ഒന്നായി തീരുകയായിരുന്നു. അതെ, ആദ്യമായി തന്നെ ഞാൻ സാറിനോട് ചോദിക്കട്ടെ, എന്താണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ ആധ്യാത്മിക പ്രഭാഷണത്തിനും മറ്റ് സാംസ്കാരിക പ്രഭാഷണത്തിനും അധ്യാപക സംഘടനാ പ്രവർത്തനത്തിനും ഒക്കെ നടന്ന് പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇടുക്കിയെ നോക്കിക്കാണുന്നത്? ആദ്യം ഇടുക്കിയെ സംബന്ധിച്ച് എനിക്ക് ഒട്ടേറെ പരിചിതരായിട്ടുള്ള വ്യക്തിത്വങ്ങളും അതുപോലെ പ്രദേശങ്ങളും ഉള്ള ഒരു ജില്ലയാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പാഠപുസ്തക രചന പോലെ അല്ലെങ്കിൽ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ പോലെ ഒരുപാട് അധ്യാപകരായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇടുക്കി പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും പ്രകൃതി രമണീയമായ ഇടുക്കിയുടെ ഒരു സാന്ദ്ര സൗന്ദര്യം അനുഭവിക്കാനുള്ള വലിയൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ കൊതിയാണ്. എൻ്റെ പല സന്ദർശനങ്ങളും ഇടുക്കിയിലേക്ക് വരാൻ എപ്പോഴും ഒരു അത്യുത്സാഹം പോലെ ഞാൻ കൊണ്ടുകിടക്കാറുണ്ട്. ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ ആദ്യഘട്ടങ്ങളിൽ ഇവിടെ DPP സർവീസ് അഭിയാനൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പല മാതൃകകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിലൊക്കെ ഞാൻ സർവശിക്ഷാ അഭിയാനിലും DPPയിലൊക്കെ പ്രവർത്തിച്ച സമയത്ത് ഇവിടെയുള്ള അധ്യാപക പ്രതിഭകളുടെ ചില മാതൃകകൾ ഞാൻ അനുകരിക്കുകയും സ്വായത്തമാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണ് കൂടുതൽ എനിക്ക് ഇടുക്കിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനം തോന്നുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ പിന്നിലാണ് ഇടുക്കി എന്ന് പൊതുവെ ഒരു ധാരണ ഇടുക്കിക്കാർക്ക് പോലും ഉണ്ട്. പക്ഷേ ഇടുക്കിയിലെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് അത് ഇന്നവേറ്റീവായിരുന്നു എന്നും അത് നൂതന പരീക്ഷണ രീതികളായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. സാറിനെ പോലെ ഒരാൾ അകലെ ഇരുന്ന് അത് കാണുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിയാണ്, ഇടുക്കിയിൽ നമ്മൾ കുറേ പരീക്ഷണങ്ങൾ ആ രംഗത്തൊക്കെ നടത്തുകയൊക്കെ ഉണ്ടായി. പിന്നെ സാറ് സൂചിപ്പിച്ച ഇടുക്കിയുടെ ഈ പ്രകൃതിയുടെ ധാരാളിത്തം, അത് സത്യത്തിൽ പുറമേ നിന്ന് വരുന്ന ആളുകളാണ് ഇടുക്കിക്കാരേക്കാൾ ആസ്വദിക്കുന്നത്, അല്ലേ? തീർച്ചയായും വളരെ മനോഹരമായി, പ്രത്യേകിച്ച് മൂന്നാർ ഭാഗത്തേക്കൊക്കെ നീങ്ങുമ്പോൾ നമ്മുടെ മലനിരകളുടെ ഒരു നിമ്നോന്നതകൾ, ഇല്ലേ, മേഘവിധാനങ്ങളുടെ ഒരു സഞ്ചാരം എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ അതിസുന്ദരമാണ്. സാറ് സൂചിപ്പിച്ചത് അങ്ങനെയാണ്. പൊതുവേ വടക്കുള്ള ആളുകൾ തെക്കുള്ള ആളുകളെക്കാൾ നമ്മൾ പൊതുവെ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഈ വടക്കിൻ്റെ നന്മയെക്കുറിച്ചൊരു ചിന്ത പൊതുവേ ഉണ്ട്. ആളുകൾക്കിടയിൽ നന്മ സൂക്ഷിക്കുന്നവരാണ്, മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് വടക്കുള്ളവർക്കുണ്ട്. എന്താണ് ആ സംസ്കാരത്തിന് പിന്നിൽ? തീർച്ചയായും അത് പല ആൾക്കാരും പറയുന്ന ഒരു അഭിപ്രായമാണ്. വടക്കിൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സത്യസന്ധത. ഞാൻ തെക്കുള്ള ആളെക്കുറിച്ചോ അല്ലെങ്കിൽ മധ്യഭാഗമുള്ള ആളെക്കുറിച്ചോ കുറവ് പറയുന്നതല്ല. സത്യസന്ധതയും ഋജുവായ രീതി, നേരെ വാ നേരെ പോ എന്നുള്ള രീതി അവലംബിക്കുന്നവരാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ളവർ. ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും മറ്റേത് രംഗങ്ങളിലായാലും അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം തന്നെ കണ്ണൂർ മേഖലയിലും കാസർഗോഡ് മേഖലയിലും ഒക്കെയുള്ള രാഷ്ട്രീയ സത്യസന്ധത എന്ന് പറയുന്നത് അവിടെ ഈ കലർപ്പില്ല. ഒന്നുകിൽ രാഷ്ട്രീയ വിരോധം, ഒരു CPM കോൺഗ്രസ് എന്ന രീതിയിലാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ മാർക്സിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധത എന്ന രീതിയിൽ അത് സത്യസന്ധമായി കൊണ്ടു നടക്കുന്ന ഒരു ജനസമൂഹമാണ് അവിടെയുള്ളത്. മറ്റ് രാഷ്ട്രീയ കളികൾ അല്ലെങ്കിൽ ഈ വോട്ട് കച്ചവടം, വോട്ട് മാറ്റം ഒന്നും ഏശാത്ത ഒരു ജില്ലയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ല എന്ന് അവിടുത്തെ ഈ സമ്മതിദായകരുടെ ഒരു മനോഗതം മനസ്സിലായിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിയും.
തീർച്ചയായിട്ടും ആ വടക്കിന്റെ നന്മ എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള സത്യസന്ധത തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ണൂർ കാസർഗോഡൊക്കെ നമുക്കത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന് ഇച്ചിരി അകന്നു മാറിയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് തെളിനീരുറവ പോലെ അത് നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ്. പലപ്പോഴായി പല ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയി സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ കോഴിക്കോട് ചെന്നൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും നമുക്ക് വളരെ ധൈര്യപുരസ്സരം വിളിക്കാൻ കഴിയും. തന്നെയല്ല നമ്മളെ പറ്റിച്ചവൻ കൊണ്ടു നടന്ന പൈസ വാങ്ങും എന്ന് ചിന്തിക്കേ വേണ്ട. കാരണം ഓട്ടോറിക്ഷക്കാരൊക്കെ വളരെ സത്യസന്ധരാണ്. അല്ല, അത് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടത് നർമ്മമാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രദേശത്തെയോ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമല്ല. അങ്ങനെയില്ല, അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. എല്ലാ മനുഷ്യരും തുല്യരാണ്. പണ്ടൊരു പഴമൊഴിയുണ്ട്, ഈ തെക്കനെയും മൂർഖനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം തെക്കനെ അടിച്ചു കൊല്ലണം എന്ന് പറയാറുണ്ട്. അത് മലബാറിലാണ് ആ പ്രയോഗം കൂടുതൽ. എന്തുകൊണ്ടാണ് വന്നതെന്നറിയില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ സത്യസന്ധത, വടക്കിന്റെ ഒരു സത്യസന്ധതയെ മുൻനിർത്തിയിട്ടായിരിക്കാം അങ്ങനെയുള്ള പ്രയോഗം വന്നത്. ഒരിക്കലും തെക്കുള്ള ജനതയെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കില്ല. പക്ഷെ അതിന്റെ സത്യസന്ധതയുടെ കൂടുതലുണ്ടല്ലോ, അത് ഒരു പക്ഷെ ജീവിതത്തോടുള്ള കൂടുതൽ ആർജവം, ഒരു സംസ്കാരത്തോടുള്ള ആർജവം, അതൊക്കെ കൂടുതൽ നമുക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കാനും കാരണം. തീർച്ചയായിട്ടും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ സാറ് രാഷ്ട്രീയത്തിലെ കാര്യം പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. കണ്ണൂർ ഇപ്പൊ BJP മാർക്സിസ്റ്റ് സംഘടന ഒരു കാലത്ത് വല്ലാതെ കലുഷിതമായിരുന്നു. പക്ഷേ സാറ് സൂചിപ്പിച്ചതുപോലെ BJPക്ക് അവിടെ നല്ലൊരു ഇടമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM അല്ലെ. CPM-ന്റെ ഒരു നെടുങ്കോട്ടയല്ലേ യഥാർത്ഥത്തിൽ കണ്ണൂർ കാസർഗോഡും. അങ്ങനെയാണ് ജനങ്ങൾ കരുതി പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പലരും വടക്ക് നിന്നാണ്. ഇതിനു മുമ്പ് CPM-ന്റെ PMS വഴി കഴിഞ്ഞാൽ പിന്നെ നായനാർ ഉൾപ്പെടെയുള്ള ആളുകൾ വടക്കുന്നായിരുന്നു. അങ്ങയുടെ നാട്ടിൽ നിന്നായിരുന്നല്ലോ ഈ നായനാരുടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിനൊരു കാരണം? ഈ കൂടുതൽ ഈ CPM മാർക്സിസ്റ്റ് പാർട്ടി പ്രബലമാവുകയും പ്രബലമായ നേതാക്കളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട്. പഴയ ജന്മിത്ത നാടുവാഴ വ്യവസ്ഥയ്ക്കെതിരെ കർഷക സമരം, കയ്യൂർ സമരം, കാവുമ്പായി സമരം, കരിവള്ളൂർ സമരം പോലുള്ള ഈ കർഷക സമരങ്ങളിലൂടെ ഒരു പ്രബലമായിട്ടുള്ള ജനവിഭാഗത്തെ തങ്ങളോടൊപ്പം ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും പിന്നീട് അതിൽ നിന്ന് പടർന്നു വന്ന CPM ആയാലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ പയ്യന്നൂർ പോലുള്ള പ്രദേശം അതിന്റെ ചരിത്ര പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് മണ്ണായിരുന്നു. പയ്യന്നൂരിലെ KP കുഞ്ഞിരാമ പോലുള്ള പഴയ PSP ആയിരുന്നു, പിന്നെ കോൺഗ്രസ് ആയിരുന്നു. ഇങ്ങനെയുള്ള മഹാവ്യക്തിത്വങ്ങൾ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് മണ്ണായിരുന്നു. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ ഈ കർഷക സമരങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ ഈ പിന്നോക്ക വിഭാഗങ്ങൾ മുഴുവൻ CPM-ന്റെ കൂടെ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു. പക്ഷെ കാലാന്തരത്തിൽ മാറ്റമുണ്ട്. ഇപ്പൊ കണ്ണൂർ CPM-ന്റെ ഒരു നെടുങ്കോട്ടയാണെന്ന് അങ്ങ് പറഞ്ഞാലും നെടുങ്കോട്ടയാണ് എന്ന് സമ്മതിക്കാൻ കഴിയുക. കാരണം ഈ SR ആന്റണിയൊക്കെ പണ്ട് 10, 20, 30 വർഷം മുമ്പേ DC പ്രസിഡന്റൊക്കെ ആയ സമയത്ത് കണ്ണൂർ നെക്കാണ്. ഏകദേശം മണ്ഡലങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ഒക്കെ നെക്കാണ്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 5 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് CPM-ന്റെ ഈ കോട്ടകൊത്തളങ്ങളിൽപ്പെട്ടതാണ്. അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനിഷേധ്യനായിട്ട് നിന്നിട്ടുണ്ട്. അത് CPM-ന് അവിടെ നമുക്ക് ആർക്കും നിഷേധിക്കാനാവാത്ത തരത്തില് ചില പാർട്ടി ഗ്രാമങ്ങൾ പോലും ഉണ്ടല്ലോ. ഉണ്ട് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. പക്ഷേ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില LDF ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ചിലപ്പോൾ പ്രകടമാകുന്നുണ്ട്. അതെന്താണെന്നറിയാം. ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് കുഞ്ഞികൃഷ്ണന്റെ TI മാസുവിനെതിരെ ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ തന്നെ പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങിയല്ലോ. ആ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങിയതിൽ അദ്ദേഹം അതിൽ നിരത്തിവെച്ച വസ്തുതാപരമായ കാരണങ്ങൾ വസ്തുതകളെ വെച്ച് നിഷേധിക്കാൻ ആർക്കും കഴിയുന്നില്ല. അവിടെ ഗാന്ധി മൈതാനിയിൽ പയ്യന്നൂരിൽ ഒരു പൗരസമൂഹം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു സാംസ്കാരിക രംഗത്തും മറ്റെല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവരുടെ വലിയൊരു ജനതയെ മുൻനിർത്തിയിട്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഒട്ടനവധി ജനങ്ങളുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ ജോസഫ് മാത്യു ആണല്ലോ യെസ് VS അനിൽകുമാർ, പിന്നെ MMJ മാഷെ മകനായിട്ട്. അപ്പോൾ ആ ഒരു പുസ്തകത്തിന്റെ അന്ന് വിറ്റഴിഞ്ഞു, പുസ്തകം ഇല്ല, അന്ന് തന്നെ എൻ്റെ എല്ലാ പ്രതികളും വിറ്റഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വസ്തുത കുഞ്ഞികൃഷ്ണൻ നിരത്തി വെച്ച ഈ വസ്തുതയെ നിഷേധിക്കാൻ, വസ്തുതാപരമായിട്ട് സത്യസന്ധമായിട്ട് നിഷേധിക്കാൻ അതിന് വേണ്ടത്ര യുക്തി ആരുടെ കയ്യിലും ഇല്ല. അതൊരു വസ്തുതയുണ്ട്. പിന്നെ പയ്യന്നൂർ ഇപ്പോൾ അടുത്ത് തന്നെ തളിപ്പുറം ഇപ്പോൾ വിമതശല്യം വന്നു. CPM-നെ സംബന്ധിച്ച് ഗോവിന്ദ മാഷയുടെ ഭാര്യ TK ശ്യാമളക്ക് സീറ്റ് കൊടുക്കുമ്പോൾ ശ്യാമളക്ക് സീറ്റ് കൊടുക്കുമ്പോൾ TK ഗോവിന്ദൻ മത്സരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെയും
പാർട്ടി സെക്രട്ടറിയായ എം ഗോവിന്ദൻ മാഷുടെയും ജില്ലയാണ്. ഒരുപാട് ഉൾപാർട്ടി വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ്. കോൺഗ്രസിലും ഇല്ലാതെ പറയുന്നില്ല, കോൺഗ്രസിലുണ്ട്, എല്ലാവരും. ഇപ്പൊ സുധാകരൻ മത്സരിക്കാനുള്ള സന്നദ്ധ കെ സുധാകരന്റെ ഈ പടപ്പുറപ്പാട് കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. തീർച്ചയായിട്ടും കെ സുധാകരൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും ഒരുപക്ഷെ അതൊക്കെ വേറെ രീതിയിലേക്ക് കലാശിക്കുമായിരിക്കും. കെ സുധാകരനെ സംബന്ധിച്ച് പറയുമ്പോൾ കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ആത്മവികാരവും അഭിമാനമൊക്കെയാണ്. പക്ഷേ ഈ MP ആയിരിക്കെ വീണ്ടും MLA ആകണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പാർട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്തുമ്പോൾ അത് ജനമനസ്സിൽ തെറ്റായ ധാരണയാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ജനമനസ് അദ്ദേഹം സത്യത്തില് ഈ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് സത്യത്തിൽ CPM പോലുള്ളൊരു പാർട്ടിയോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചിട്ടില്ല. തീർച്ചയായും അത് തന്നെയാണ് സുധാകരന്റെ ജനമനസ്സിൽ, കണ്ണൂരിലെ കോൺഗ്രസ്സുകാരുടെ ജനമനസ്സിലുള്ള ഏറ്റവും വലിയ സ്വാധീനം. ആ സ്വാധീനത്തെ ഇപ്പോൾ അദ്ദേഹം ചൂഷണം ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ് അണികൾക്ക് സംശയം. കാരണം തന്നെ അത്രയും ആരാധിക്കുന്നുണ്ട് കോൺഗ്രസ് അണികൾ. പക്ഷേ താൻ MLA ആയിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നു, എനിക്ക് സീറ്റ് കിട്ടണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് എൻ്റെ പിന്നിലുണ്ട്. ആ ഉടമസ്ഥാവകാശം അദ്ദേഹം ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക്, താഴേക്കടയിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എന്നെപ്പോലുള്ള ഒരു എളിയ ഒരു പൊതുപ്രവർത്തകന്റെ വിശ്വാസം. ഈ 3 ജയരാജന്മാർ നമ്മുടെ പാർട്ടിയിൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ രാഷ്ട്രീയത്തില് 3 ജയരാജന്മാരുടെ സാന്നിധ്യം, ആ 3 CPM-ലാണ് അല്ലേ? അതെ. കാരണം നമ്മൾ ഒരുപക്ഷെ ഈ 3 ജയരാജന്മാരുടെ സാന്നിധ്യത്തെ എല്ലാ കാലവും വളരെ കൗതുകത്തോടെ വീക്ഷിച്ചവരാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭേദമന്യേ. അവർ 3 പേരും കണ്ണൂരുകാരാണ്, അല്ലെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ളതാണ്. എന്താണ് അവരെ കുറിച്ചുള്ള അഭിപ്രായം? 3 പി ജയരാജനായാലും MV ജയരാജനായാലും അവിടെ ജനങ്ങൾ നോക്കിക്കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ CPM എന്ന രീതിയിലാണ്. നേരെ മറിച്ച് ഒരു കോൺഗ്രസ് നേതാവിനെ അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു നിഷ്പക്ഷമായ ജനസമ്മതി ചില ഇടങ്ങളിൽ നിന്നുണ്ട്. കോൺഗ്രസ്സുകാരെ കുറിച്ച് പൊതുവെ അഭിപ്രായമുണ്ട്, കോൺഗ്രസ്സുകാർ പിന്നെ ഏതെങ്കിലും അഴിമതിക്കാരാണെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാലും കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് നിഷ്പക്ഷമായിട്ടുള്ള ജനസമ്മതി പിന്നെ സമൂഹ മനസ്സുകളിലുണ്ട്. പക്ഷേ CPM-ന്റെ ഒരു കേഡർ സെറ്റപ്പിലുള്ള ഒരു പാർട്ടി സംവിധാനത്തിൽ തീർച്ചയായിട്ടും MV ജയരാജൻ, P ജയരാജൻ, പിന്നെ EP ജയരാജൻ എന്ന് പറയുമ്പോൾ അവരെ CPM-ന്റെ മാത്രം അവരുടെ ആജ്ഞാനുവർത്തികളായിട്ടൊരു മുഖം മാത്രമായിട്ടാണ് കാണുന്നത്. അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു ബഹുസ്വരത പ്രകടമാക്കാൻ കഴിയില്ല. ആ പാർട്ടിയുടെ സിസ്റ്റം കൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ഈ പിന്നെ P ജയരാജൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില കൊലപാതക കേസുകൾ അദ്ദേഹത്തിന് സംശയത്തിന് നേരിടുന്നുണ്ട്. അതൊക്കെ പത്രദ്വാര വന്നതാണ്, നമ്മൾ വായിച്ചറിഞ്ഞാണ്. അപ്പോൾ ഒരു ശുദ്ധമായൊരു വ്യക്തിത്വം, ഒരു നിഷ്പക്ഷമായിട്ടുള്ള ജനസമ്മതി കിട്ടുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തെ ഉണ്ടാക്കിയെടുക്കാൻ, വളർത്തിയെടുക്കാൻ അവർ കഴിയുന്നില്ല. അങ്ങനെ വളർത്തി എടുക്കാൻ അത് CPM-ന്റെ ഒരു പാർട്ടി സിസ്റ്റത്തിന്റെ പരിമിതി കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ ഇപ്പോൾ ഇത്തവണത്തെ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് പാർട്ടി CPM വിമതരെ പിന്താങ്ങുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. പൊതുവെ നമ്മൾ അതിൻ്റെ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണ മാഷിനെയും ഒക്കെ പാർട്ടി പിന്തുണയ്ക്കുന്നത്. അതിനോട് എന്താണ് അഭിപ്രായം? അതിനുള്ള ഈ പയ്യന്നൂർ, തളിപ്പറമ്പ് പോലുള്ള മേഖലകളിൽ CPM-ന്റെ നേരത്തെ പറഞ്ഞ നെടുങ്കോട്ടകളാണ്. അവിടെ ചില ഇടങ്ങളിലും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രവർത്തനം ഇപ്പോഴും ഇല്ല. ഉദാഹരണത്തിന് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് ഒരു ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഒരുപക്ഷെ ഞാനൊരു പാർട്ടി ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു കോറോം ഗ്രാമത്തിലാണ്. അവിടെ CPM-ന്റെ മാസ് മെജോറിറ്റിയുള്ള പ്രദേശമാണ്. ഞാൻ അവിടെ സാധാരണ ക്യൂ നിന്നിട്ട് ഈ പിന്നെ വോട്ടറായതിനു ശേഷം ജോലി കിട്ടുന്നതിന് മുമ്പേ പോയപ്പോൾ എൻ്റെ വോട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും തെൻഡേഡ് വോട്ടാണ്. അങ്ങനെ പല ആൾക്കാർക്കും വോട്ട് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങൾ അവിടെയുണ്ട്. ഈ ഗ്രാമങ്ങളിൽ ഇത്രയും സഹനമുള്ള ഒരു ജനത, കോൺഗ്രസിന്റെ ജനത, കാരണം തച്ചാലും ചോദിക്കാനും ആരും പറയില്ല, കോൺഗ്രസ്സുകാരനെ സംരക്ഷിക്കാനില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്സിസ്റ്റുകാരോട് ഒരുങ്ങാത്ത വൈരം മനസ്സിലുണ്ട്. ഈ ഗ്രാമീണ മനസ്സിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള മറ്റു പാർട്ടിക്കാർക്ക് ഒടുങ്ങാത്ത വൈരമുണ്ട്. ആ വൈരം അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യും. അതാണ് കുഞ്ഞികൃഷ്ണന്റെയും ഈ ഗോവിന്ദന്റെയും സ്ഥാനാർത്ഥം വരുമ്പോൾ അതിൽ പ്രകടമാകുന്നത്. ഇപ്പൊ ധർമ്മടം പോലുള്ള ഒരു മണ്ഡലം അങ്ങ് ശ്രദ്ധിച്ചു കാണും.
ഇത് കഴിഞ്ഞ 2 തവണ വോട്ടെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 60% ടോട്ടൽ പോൾ ചെയ്ത വോട്ടിന്റെ 60% വോട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മണ്ഡലം CPM അനുകൂലമായി നിൽക്കണമെങ്കിൽ അതിന് ചില ഘടകങ്ങൾ, കാരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അല്ലേ? അത് ഞാനൊന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ പോളിംഗിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വരുന്ന ഇലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പയ്യന്നൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ പിന്നെ മട്ടന്നൂർ പോലുള്ള മേഖലകളിൽ ഒരു 85, ഒരു 88, 90% പോളിംഗ് ഉണ്ടാവും. നേരെ മറിച്ച് കാസർഗോഡ്, മഞ്ചേശ്വരം പോലുള്ള കോൺസ്റ്റിറ്റ്യൂൻസി എടുത്തു കഴിഞ്ഞാൽ 65-70 താഴെ ഉണ്ടാവും. കാരണം ഇവിടെ 90% പോളിംഗ് വരും, പയ്യന്നൂരും തളിപ്പറമ്പൊക്കെ. അപ്പോൾ അവിടെ മാക്സിമം പോൾ ചെയ്യുന്നുണ്ട്. ആ പോൾ ചെയ്യുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള സംശയാസ്പദമാണ്. മറിച്ച് ഇവിടെ ഇത് സാമാന്യവൽക്കരണം എല്ലാവരും പറയും, നമ്മൾ കള്ളവോട്ട് ചെയ്യുന്ന പോലെ അവിടെയും കള്ളവോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പയ്യന്നൂർ 85% പോളിംഗ് ഉണ്ടെങ്കിൽ അവിടെയും മുസ്ലിം ലീഗിന്റെ മാസ് മെജോറിറ്റി ഉള്ള കാസർഗോഡും മഞ്ചേശ്വരവും അതുപോലെ കള്ളവോട്ട് ചെയ്യുന്നെങ്കിൽ അവിടെയും 85-90% പോളിംഗ് വേണ്ടേ? അവിടെ ഇല്ല. മറിച്ച് ഈ 65-70% ഇടയിലാണ്. അപ്പോൾ ഇത് സാമാന്യവൽക്കരിക്കുമ്പോൾ എല്ലാവരും അവരുടെ മാസ് മെജോറിറ്റി ഉള്ള സ്ഥലത്ത് അവരുടെ കോട്ടവോത്തരങ്ങളിൽ കള്ളവോട്ട് ചെയ്യുന്നുള്ള ഒരു സാർവത്രികമായിട്ടുള്ള സാമാന്യവൽക്കരണത്തെ അതിനൊരു സാധൂകരണമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള മേഖലകളിൽ CPMന്റെ മേഖലകളിലൊക്കെ മാക്സിമം പോളിങ്ങും UDFന്റെ മേഖലകളിൽ മാക്സിമം പോളിംഗ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൈജാത്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ചെറുപുഴയിൽ നിന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ കയ്യൂര്, കരിവള്ളൂർ വഴിക്കൊക്കെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ ചരിത്ര സ്മാരകങ്ങൾ, ഒപ്പം തന്നെ ഓർമ്മകൾ, ഈ നമ്മൾ പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പഠിച്ച കുറേ സ്മരണകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലാണല്ലോ. അന്ന് സ്മരണകൾ ഇരമ്പുന്ന രീതിയിലുണ്ട്. അതുകൊണ്ട് അതിലൂടെ കടന്നുപോയി. അപ്പോൾ അങ്ങ് ആദ്യം സൂചിപ്പിക്കുകയും ചെയ്തു, അത്തരം ചില സമരങ്ങൾ നടന്ന മണ്ണാണ് വടക്കിൻ്റെ മണ്ണ് എന്ന് പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇപ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്ന സമയത്ത് 64 പാർട്ടി പിരിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അവിടെ വേണ്ടത്ര വേരുകളില്ലാതെ പോയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI അത് ഈ മലബാറിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് അഗ്രസീവാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിലെ നിലപാടെടുക്കുമ്പോൾ ഒരു തീവ്രവാദം, അതിൻ്റെ എക്സ്ട്രീം അങ്ങേയറ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു അങ്ങേയറ്റ നിലപാട് എടുക്കുന്ന ഒരു വിഭാഗമാണ് അന്ന് ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയത്. ആ വിട്ടുപോകുന്നതിൻ്റെ സമരവീര്യം, അതിൻ്റെ പോരാട്ട വീര്യം അവിടെയുള്ള ജനങ്ങളിൽ മുഴുവൻ കാണാനായിട്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്ത് CPM വിട്ടുവരുമ്പോൾ തീർച്ചയായിട്ടും CPMന്റെ കൂടെ ആൾക്കാർ നിൽക്കാം. പിന്നെ AK ഗോപാലിന്റെ സ്വാധീനം, AKGയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ EMSനേക്കാൾ മലബാറിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആരാധിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ ആരാധന എന്ന് പറയുന്നത് എങ്ങനെ അതിന് നിർവചിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആരാധന എന്ന് പറയും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന മുഴുവൻ ആരാധനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ AKGയുടെ ആ ഒരു വിട്ടുമാറൽ, കാരണം ഈ CPMന്റെ കൂടെയാണല്ലോ, അദ്ദേഹത്തിന്റെ കൂടെയാണ് ജനങ്ങൾ മുഴുവൻ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഒരു പൊതുപ്രവർത്തന പാരമ്പര്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് വളരെ ജൈവികമായിരുന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. EMSന്റെ കുറെ കൂടി അക്കാഡമിക്കലായിരുന്നു. EMS അതിന്റെ നമ്മളത് കണ്ടാ പറയാം, EMS കുറെ കൂടി അക്കാഡമിക്കലായിട്ട്. EMS ഒരു രാഷ്ട്രീയ സാഹിത്യകാരൻ എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊന്നും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ അത്ര തൃപ്തികരമൊന്നുമില്ല. എങ്കിലും EMS ഒരു രാഷ്ട്രീയ സാഹിത്യകാരനാണ്. നേരെ മറിച്ച് AKG രാഷ്ട്രീയ സാഹിത്യകാരനല്ല, പരിപൂർണ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ്, സേവനമാണ്. സേവനം വലിയൊരു ജീവിത അജണ്ടയായി സ്വീകരിച്ച ആളായിരുന്നു. അതാണ് രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ രാഷ്ട്രീയ പ്രവർത്തനം കുറെ കൂടി ജൈവികമായി, ബയോളജിക്കലായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചു വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് CPIക്ക് വേണ്ടത്ര വേര് പിടിക്കാതെ പോയത്, അല്ലേ? വടക്ക് അവരുടെ സ്ഥാനാർത്ഥികളും അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അത് കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലം മാത്രം. ഇപ്പൊ ചന്ദ്രശേഖരൻ മുൻ മന്ത്രിയായിട്ട് ചന്ദ്രശേഖരൻ ജയിച്ച ഹോസ്ദുർഗ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന് കണ്ടു. അവിടെ 1, 2, 3 മണ്ഡലങ്ങളിലെ മലബാറിനുള്ളൂ CPIക്ക് അങ്ങനെ സ്വാധീനമില്ല. CPMന്റെ വോട്ട് കൊണ്ടാണ് അവിടെ ജയിക്കുന്നത്. CPIയുടെ വോട്ട് നോക്കുമ്പോൾ വളരെ വിരലെണ്ണാവുന്ന വോട്ടേ ഉണ്ടാവും. പക്ഷെ CPMന്റെ സ്വാധീനമാണ്, CPMന്റെ പാർട്ടി ഗ്രാമങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് CPI ജയിക്കുന്നത്. അത് ശരി. അപ്പോൾ ഈ CPMന്റെയും രണ്ടുപേരുടെയും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലാണെങ്കിലും CPIയുടെ മനസ്സ് പൂർണ്ണമായും CPMനോട് അപ്പമല്ല. കാരണം പ്രാദേശികമായിട്ട് ഒരുപാട് വ്യക്തിത്വങ്ങളെ എനിക്ക് പരിചയമുണ്ട്, സുഹൃത്തുക്കളാണ്. CPI നേതാക്കന്മാരായാലും പ്രവർത്തകന്മാരായാലും CPIയിൽപ്പെട്ട അധ്യാപക സംഘടന നേതാക്കളായാലും. അല്ല, അത് സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സ് പലപ്പോഴും നമ്മളെ സംസാരിക്കുമ്പോൾ നമ്മോടൊപ്പമാണ്. ഞാനൊരു കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ ജില്ലാ സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഇടതുപക്ഷ ഐക്യം എന്ന രീതിയിൽ അവരതിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് സീറ്റുകൾ അവർക്ക് കിട്ടുന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ.
അല്ല, അത് അവർ രണ്ടുപേരും ആശയത്തിന്റെ പേരിൽ ഭിന്നിച്ചവരാണല്ലോ. അതെ അതെ വ്യക്തമായ ആശയത്തിന്റെ പേരിൽ തന്നെ ഭിന്നിച്ച് രണ്ടായവരാണ്. അവർക്കിപ്പോഴും അത് തുടരുക തന്നെ ചെയ്യും. ചില കേവലമായ ചില മാനദണ്ഡങ്ങൾ മാത്രം വെച്ചിട്ട് ഒന്നിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിലും സംശയമില്ല. രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ രണ്ട് പാർട്ടിയിലും പ്രധാനപ്പെട്ട രണ്ട് മുന്നണി, BJP ഈ പ്രധാനപ്പെട്ട മുന്നണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മളെന്തോ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ തവണ മലബാറിൽ അങ്ങനെ സ്വാധീനം കൂടുതൽ വന്നിട്ടില്ല. ഈ തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂർ ഭാഗത്തുണ്ട്. പക്ഷെ മലബാറിൽ അവർക്ക് മഞ്ചേശ്വരം ഒഴികെ, മഞ്ചേശ്വരം പിന്നെ ഒരു കന്നഡിഗരുടെ കന്നഡ ഭാഷാ ന്യൂനപക്ഷം ഉള്ളത് കൊണ്ട് ഒരു സ്വാധീനം മുമ്പേ ഉണ്ട്. KG മാരാറൊക്കെ മത്സരിക്കുന്ന സമയത്തേ ഉണ്ടല്ലോ. അല്ല, ഇപ്പോ വേറെ കാര്യമുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ് മഞ്ചേശ്വരം. അതെ, അവർ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ്. തന്നെയല്ല, കഴിഞ്ഞ തവണ വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയിരുന്നു സുരേന്ദ്രൻ. പക്ഷെ കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്തുള്ള BJP സ്വാധീനം മലബാറിലെ മറ്റ് ഇടങ്ങളിൽ കൂടി സാർവത്രികമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. രണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്ത് കന്നഡ ഭാഷാ ന്യൂനപക്ഷം, അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വ മനസ്സ് അവർക്ക് മുമ്പേ ഉണ്ട്. കാസർഗോഡിനെ സംബന്ധിച്ച് നമുക്ക് ഭാഷാ ന്യൂനപക്ഷം ഉള്ള മേഖലകളിൽ ചില കമ്മ്യൂണലായിട്ടുള്ള ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ടോട്ടൽ കേരളത്തിൽ ഒരു 10-20% വോട്ട് അവർ പിടിക്കുന്നുണ്ട്. അതിനടുത്തുണ്ട് ഒരു 6-7% വോട്ട് ഇത്തവണ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നു. സാധ്യത BJP വോട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറ, ഇപ്പോൾ LDF ആയാലും UDF ആയാലും, നമ്മുടെ പുതിയ തലമുറ ഒരു അരാഷ്ട്രീയമായ രീതിയിലാണ് വളർന്നു വരുന്നത്. രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. ഇപ്പോൾ ഒത്തിരി പേരോട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ, കോളേജ് കുട്ടികളോടും ഇപ്പോൾ സ്കൂളിൽ പഠിച്ചു കൊടുക്കുന്ന +2 വരെയുള്ള കുട്ടികൾ, അവർക്കൊന്നും രാഷ്ട്രീയത്തിൽ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടു മോദി എന്നുള്ള അല്ലെങ്കിൽ BJP എന്നുള്ള എന്തോ ഒരു താല്പര്യവും ആരാധനയും അത് സ്വയമേവ ഉണ്ടാകുന്നതാണോ എന്തെങ്കിലും സ്വാധീനത്താണെന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു തലമുറ, അത് പിന്നെ BJP-യോടുള്ള പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിലും അത് BJP-ക്ക് അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കാണുന്നുണ്ട് പുതിയ തലമുറ. BJP-യോട് ഉണ്ടാക്കിയെടുത്ത ഒരു അസ്പൃശ്യതയുണ്ട് കേരളത്തിൽ. സത്യത്തിൽ അത് മാറി. അത് മാറിയിട്ടുണ്ട് അല്ലേ? അത് സത്യത്തിൽ BJP അതിശക്തമായി പ്രതിരോധിച്ച് ഇത്തരം അസ്പൃശ്യത സൃഷ്ടിച്ചെടുത്തതിൽ CPM-നല്ലേ വലിയ പങ്ക്? തീർച്ചയായിട്ടും അല്ലേ? അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഒരു പാർട്ടിയെ പ്രതിരോധിക്കുന്നതിൽ ശരിക്കും വിജയിച്ചത് അവരല്ലേ എന്ന് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും കോൺഗ്രസിനേക്കാൾ. കാരണം എപ്പോഴും CPM പറയുന്ന ഒരു വികടമായിട്ടുള്ള വാദമുണ്ട്. UDF എപ്പോഴും അധികാരത്തിലെപ്പോഴും ജയിക്കുമ്പോഴും വോട്ട് കച്ചവടം. യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ സമ്മതിദാനാവകാശം വരുന്നത് വോട്ട് അസ്ഥിരമാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. വോട്ട് സ്ഥിരമാണ് എന്നുള്ള സങ്കല്പത്തിലാവുമ്പോൾ ഇലക്ഷൻ വേണ്ടല്ലോ. ഓരോ പാർട്ടിക്കും ഇത്ര വോട്ട് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ കന്നി വോട്ടർമാരുടെ മാത്രം സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്താൽ പോരെ. അങ്ങനെ ഇലക്ഷന് വലിയൊരു കാശ് മുടക്കേണ്ടത്. അപ്പോൾ സമ്മതിദാനം അസ്ഥിരമാണ് എന്ന സങ്കല്പത്തിലാണ് ജനാധിപത്യ പ്രക്രിയയിൽ 5 വർഷം കൂടുമ്പോഴുള്ള ഇലക്ഷൻ വരുന്നത്. അതാണല്ലോ അതിന്റെ സൗന്ദര്യം. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല. ഈ സമ്മതിദാനാവകാശത്തെ അംഗീകരിക്കാത്തവരാണ് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ജയിച്ചിട്ട് വോട്ട് കച്ചവടം എന്ന് പറയുന്നത്. നോക്കണം, എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് നോക്കണം. ഒരിക്കലും അത് പറയാൻ പാടില്ല. അസ്ഥിരമാവുന്നത് തന്നെയാണ് ശരി. അതെ. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ CPM-നെ സംബന്ധിച്ച് CPM-ന്റെ പല നിലപാടുകളും കേന്ദ്രവുമായിട്ടുള്ള പല ഇടപാടുകളും പല ഡീലും നോക്കുന്ന സമയത്ത് നമ്മൾ പത്രദ്വാര വായിച്ചറിയുന്നതാണ്. BJP-യുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം അതിന് CPM ഇടം നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും CPM-കാർ തിരിച്ചു പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ മെല്ലെപ്പോക്ക്, അതുപോലെ അവരുടെ ഒരു നിഷ്പക്ഷ നയം, അവരുടെ ഒരു ഈ രംഗത്തുള്ള ഒരു നിസ്സംഗഭാവം, പലപ്പോഴും പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിച്ച് നിൽക്കാതെ, ഇപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് BJP നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ BJP-യെ ആ രീതിയിൽ പ്രതിരോധിച്ച് കളയാം എന്നൊരു തോന്നൽ കോൺഗ്രസിന് പലപ്പോഴും ആശയപരമായും ഭൗതികപരമായിട്ടും ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും? കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല. കോൺഗ്രസ് ഒരു മഹത്തായ ആശയമാണ്. കോൺഗ്രസ് പണ്ട് കാലത്ത് ഒരു കേഡർ പാർട്ടി ആയിരുന്നു. പിന്നെ AK ആന്റണി KPC പ്രസിഡന്റ് സംഘടനാ ഇലക്ഷൻ വരുന്നതിന് മുമ്പൊക്കെ CV പത്മനാഭനൊക്കെ KPC പ്രസിഡന്റ് ആയ സമയത്ത് കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള മെമ്പർഷിപ്പ് പ്രക്രിയയും ഒരു കേഡർ പ്രക്രിയ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിലുള്ള കലഹങ്ങളും ഈ ഗ്രൂപ്പ് പോരും കാരണം കോൺഗ്രസ് ഒരു പ്രസ്ഥാനമല്ലാതെ ഒരു ആശയങ്ങളുടെ കൂടിച്ചേരൽ, ഒരുപാട് ബഹുസ്വരത. കോൺഗ്രസ് എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. അപ്പോൾ എന്നോട് പണ്ടൊരാൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ ഹിന്ദുമതവും കോൺഗ്രസും രണ്ടും ഒരുപോലെയാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതമില്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ, അത് നാഥനില്ലല്ലോ. അതുപോലെ കോൺഗ്രസിന് നാഥനില്ല എന്ന് ഒരു നർമ്മരസം ചെലുത്തി പറയാറുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിന്റെ അച്ചടക്കമില്ലായ്മയും കോൺഗ്രസ് ഒരു പാർട്ടി അല്ലാതായി തീരുന്ന അവസ്ഥയും ഉണ്ടാക്കിയതിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കാരണം ഇപ്പോൾ ഒന്നുകൂടെ പറയാനുള്ളത്, ഞാൻ ഇന്ദിരാഗാന്ധിയെ ഭരണാധികാരി എന്ന രീതിയിൽ അത്രയും ഞാൻ ന്യായീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം, ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം
പാടെ ഇല്ലാതാക്കിയതിലും അവർക്ക് പങ്കുണ്ട് എന്ന് ചെറിയ തോതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് നോമിനേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്, കോൺഗ്രസിൻ്റെ സംഘടനാ ഇലക്ഷൻ റദ്ദ് ചെയ്യുകയും തനിക്ക് വേണ്ടപ്പെട്ടവരെ നോമിനേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നോമിനേഷൻ പ്രക്രിയ വന്നത്. അന്ന് മുതലാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിലച്ചു പോയത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഈ താഴെത്തട്ടുള്ള ശോഷണത്തിന് ഒരുപാട് കാരണമായിട്ടുള്ളത്. സാറത് പറയുമ്പോഴും മറ്റൊരു നിരീക്ഷണമാണ് എനിക്കുള്ളത്. പലപ്പോഴും ഈ ജനം വ്യാപരിക്കുന്ന സർവ മേഖലകളിലും CPM-ന് സംഘടനയുണ്ട്. തീർച്ചയായിട്ടും എല്ലാറ്റിലും ഏത് മേഖലയിൽ ജനം വ്യാപരിക്കുന്നു ആ മേഖലകളിലൊക്കെ തിരിച്ച് അവർക്ക് സംഘടനകളുണ്ട്. അത് മനുഷ്യൻ ഏതെല്ലാം ഇടങ്ങളിൽ തൊഴിലെടുക്കുന്നു ആ തൊഴിൽ വിഭാഗങ്ങളെല്ലാം തിരിച്ച് സംഘടനകളുണ്ട്. അത് എത്ര ഉയർന്ന തലങ്ങളിലുണ്ട്, താണ തലങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യരായ മനുഷ്യരെ മുഴുവൻ അവരുടെ സംഘടനകളിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ കോൺഗ്രസിന് സംഘടനയേ ഇല്ലല്ലോ. അപ്പൊ സാറ് സൂചിപ്പിച്ച തരത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു സംഘടനയേ ഇല്ല, പലപ്പോഴും ഇല്ല, ബൂത്ത് കമ്മിറ്റി പോലും ഇല്ല. പക്ഷേ വോട്ട് വരുമ്പോൾ അതൊരു ജനക്കൂട്ടമായി മാറുകയും ജനം പോയി ആരുടെയും പ്രേരണയ്ക്ക് വിധേയമാകാതെ വോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജയിക്കേണ്ടത് എല്ലാ രംഗത്തും CPM മാത്രമല്ലേ? പക്ഷെ കോൺഗ്രസ് ജയിക്കുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ രസതന്ത്രം? അതിൻ്റെ രസം കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചിന്താഗതി വന്നതെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി മാർക്സിസ്റ്റ്, ആൻറ്റി കോൺഗ്രസ് എന്ന രീതിയിലാണ്. പക്ഷേ CPM-ൻ്റെ ഭരണത്തിലുള്ള അസഹിഷ്ണുതയും അതൃപ്തിയും അതിനുള്ളിൽ നിന്ന് തന്നെ പ്രകടമാകുന്നുണ്ട്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു CPM-നെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും അവർക്ക് സംഘടനകളുണ്ട്. ശരിയായ വസ്തു തന്നെയാണ്. എല്ലാ മേഖലകളിലും അവരെപ്പോലെ ഈ പോഷക സംഘടനാ സംവിധാനം ഉള്ള ഒരു മിഷണറി, ഒരു പ്രസ്ഥാനം വേറെയില്ല. കോൺഗ്രസിനിപ്പോൾ ഞാനിപ്പോൾ അധ്യാപക സംഘടനയുടെ നേതാവാകുമ്പോൾ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന ഏതാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അറിയില്ല. അതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എല്ലാറ്റിലും പോഷക സംഘടനകളുണ്ട്. പക്ഷേ ഈ പോഷക സംഘടനകളൊക്കെ ഉണ്ട് എങ്കിലും ചിലതെല്ലാം നിലനിൽപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയാം കാസർഗോഡ് ജില്ലയിൽ പല അധ്യാപകരായാലും പല മേഖല, ഇപ്പോൾ സർവശിക്ഷാ അഭിയാനിൽ ഒരുപാട് പാർട്ടിക്കാരും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് ഇപ്പോൾ കൂടുകൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് റിക്രൂട്ടീസായിട്ട്. അപ്പോൾ ഇവരൊക്കെ നിലനിൽപ്പിൻ്റെ പ്രത്യയശാസ്ത്രം വെച്ചിട്ട്, അവരെ ഭയം വെച്ചിട്ട് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവരാണ്. പക്ഷേ അവരോട് സ്വതന്ത്രമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ അവരുടെ പാർട്ടി വിരുദ്ധതയും ഈ ഭരണവിരുദ്ധ വികാരവും പലപ്പോഴും പ്രകടമാകുന്നുണ്ട്. ആ വോട്ടിലൂടെയും പ്രകടമാകുന്നുണ്ട്. അതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തീർച്ചയായിട്ടും പ്രകടമാകുന്നുണ്ട്. സംഭവിച്ചത് തന്നെയല്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റിലോ മറ്റോ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ഞെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പറയാം, ഈ കുഞ്ഞികൃഷ്ണേട്ടൻ്റെ പയ്യന്നൂർ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത് വെള്ളൂർ പറഞ്ഞ പ്രദേശത്ത് നിന്ന് ഒരു 5 പേര് സാധാരണ ഈ കൂലിപ്പണിക്ക് വന്നു, അവിടുത്തെ മരാമത്ത് പണിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉടമസ്ഥൻ, വീട്ടുടമസ്ഥൻ കോൺഗ്രസ്സുകാരനാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം വെറുതെ ഇവരുടെ ഉള്ളറിയാൻ വേണ്ടിയിട്ട്, ഒരു മനോഗത അറിയാൻ വേണ്ടി ചോദിച്ചു, ടി ഐ മധുസൂദനല്ലേ സത്യസന്ധൻ? ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് മുഴുവൻ വ്യാജമല്ലേ? അപ്പോൾ ഈ വന്നവരെന്ത് ചെയ്തു അറിയോ? പണിയായുധം അവിടെ വെച്ചിട്ട് പറഞ്ഞു, ടി ഐ മധുസൂദൻ്റെ ആൾക്കാരെ വിളിച്ചോ പണിയെടുക്കാൻ. അവർ മടങ്ങി പോകാൻ തയ്യാറായി. അപ്പോൾ അത് ഗ്രാമത്തിൻ്റെ പൾസാണ്. അപ്പോൾ അവർ പുറത്തു പറയാത്തത് നിലനിൽപ്പിൻ്റെ പ്രത്യേക ഭീതിയാണ്. കാരണം ജീവഭയം, അത് പയ്യന്നൂർ മേഖലയിൽ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ജീവഭയം നല്ലപോലെയുണ്ട്. നാശനഷ്ടങ്ങൾ പിന്നെ നമ്മുടെ കൊലപാതകം മാത്രമല്ല, മറ്റ് ഭവനമായാലും കൃഷിയിടങ്ങളായാലും കാർഷിക വസ്തുക്കളായാലും ഒക്കെ നശിപ്പിക്കുന്ന പ്രവണത പണ്ട് മുതലേ പലയിടങ്ങളിലും പ്രകടമായി. സത്യത്തിന് ഏതൊരു ഭയത്തെയും മറികടക്കാനുള്ള ശേഷിയുണ്ട്, കരുത്തുണ്ട്. ആ കരുത്ത് കാലാകാലങ്ങളിൽ തെളിയിക്കപ്പെട്ടതിൻ്റെ ചരിത്രമാണ് ഗതകാലങ്ങളിൽ നമ്മൾ വായിച്ചറിയുന്നതൊക്കെ. സമയത്തിൻ്റെ പരിമിതി മൂലമാണ്. സമയം അവസാനിക്കുകയാണ് നമ്മുടെ സമയം. അവസാനമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? CPM-ന് പ്രബലത അല്ലെങ്കിൽ അവിടുന്ന് CPM-ന് മേൽക്കൈ കിട്ടുമോ? എൻ്റെ ഒരു അനുഭവ പാരമ്പര്യവും മറ്റ് പല മേഖലയിലുള്ള രാഷ്ട്രീയ വ്യക്തികളായിട്ടുള്ള ആശയ സംവേദനം വെച്ച് നോക്കുമ്പോൾ മലബാർ മേഖലയിൽ മുൻതൂക്കം UDF-നായിരിക്കും. കാസർഗോഡ് തൊട്ട് ഏകദേശം എറണാകുളം വരെയുള്ള ഭാഗം UDF-ന് നല്ലൊരു മേൽക്കൈ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. കാരണം ഒരുപാട് CPM-ഉള്ള പാർട്ടിയുള്ള അതൃപ്തിയും അസഹിഷ്ണുതയും ഒരുപാട് പ്രകടമാകുന്നുണ്ട്. ഇതുവരെ കാണാത്ത രീതിയിലാണ് പ്രകടമാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാകാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ നിഷ്പക്ഷ വിലയിരുത്തൽ. തെക്ക് ഒരു സുധാകരൻ, ഒരു G സുധാകരൻ CPM-ന് കനത്ത പ്രഹരമേൽപ്പിച്ചു. വടക്ക് ഒരു K സുധാകരൻ കോൺഗ്രസിന് പ്രഹരമേൽപ്പിച്ചു എന്ന് പറയാറായിട്ടില്ല എങ്കിൽ പോലും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെ വരും എന്നതിനെ സംബന്ധിച്ച് പ്രക്ഷേപണം ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും എങ്ങനെ വരുമെന്ന് എനിക്ക് പറയാനാവില്ല. ഈ 2 സുധാകരന്മാരുടെ
സാന്നിധ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ നിലയാണ് രണ്ട് പാർട്ടികളെ കുഴപ്പത്തിലാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു? ഈ സുധാകരദ്വയം അത് അങ്ങേറ്റത്തെ നീതികേടാണ്. തെക്കുള്ള സുധാകരനായാലും വടക്കുള്ള സുധാകരനായാലും ചെയ്യുന്നത് അവരവരുടെ പാർട്ടി കൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ ഒരുപാട് വികസിപ്പിച്ചിട്ടുണ്ട്. MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്. ഇനി വടക്കുള്ള സുധാകരനാണെങ്കിൽ MLA, മന്ത്രി ഒക്കെ ആയിട്ട്, പാർലമെന്റ് അംഗം ഒക്കെ ആയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് നേടാവുന്നതൊക്കെ അവർ നേടി. പുതിയ തലമുറ കടന്നു വരണം. പാർട്ടി ഇല്ലാതിരിക്കാനുള്ളൊരു കാരണം ഈ പുതിയ തലമുറയെ പ്രായമുള്ള ഈ നേതൃത്വം അംഗീകരിക്കാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും രണ്ട് സുധാകരന്മാരുടെ നിലപാട് ഈ രാഷ്ട്രീയത്തിലെ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന് അങ്ങേയറ്റം കളങ്കം ഏൽപ്പിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. വടക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് അത്യുത്തര കേരളത്തിൽ നിന്നും ശ്രീനിവാസൻ മാസ്റ്റർ ഇവിടെ മറ്റൊരാവശ്യവുമായി എത്തിച്ചേർന്നതാണ്. പഴയകാല സൗഹൃദമാണ് അദ്ദേഹത്തെ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചത്. വളരെ നന്ദിയുണ്ട് സാർ. വടക്കൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സത്യസന്ധമായി, സുതാര്യമായി, ഉജ്ജ്വലമായി സംസാരിച്ചത്. തീർച്ചയായും സന്തോഷം. കേരളം രാഷ്ട്രീയ ഗോധയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 2-3 വിഭാഗങ്ങളായി ആളുകൾ യുദ്ധത്തിൽ എന്നവണ്ണം മത്സരിക്കുകയാണ്. നമുക്കറിയാം ഒരു മാസത്തിനകം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തെളിയുന്നത് എങ്ങനെയെന്ന്. കാത്തിരിക്കാം. വരും ദിവസങ്ങൾ പോരാട്ടത്തിൻ്റെതാണ്. വടക്കു നിന്നുള്ള അധ്യാപകൻ്റെ സംസാരം ഏത് രീതിയിലായിരിക്കും കേരളത്തെ മാറ്റിമറിക്കുക എന്നതിൻ്റെ സൂചന കൂടിയാണ്. നന്ദി, നമസ്കാരം.